പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇത് ക്രിസ്മസ് ഈവ് ഡേ ആണ്. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്ന ആ സമയം എത്ര സന്തോഷമുള്ളത്. അതാണ് ഇന്നലെ നാം പഠിച്ച വചനമൊക്കെ ഉണ്ട്. ആ വചനം ഒരിക്കൽ കൂടി ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വചനമായിരുന്നു. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളെ അറിയിക്കുന്നത് പോലെ നമുക്ക് ആ വചനം ഒന്നുകൂടെ ഓർത്തെടുക്കാം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതയുടെ പുറത്ത്, കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇതായിരുന്നു നാം ഇന്നലെ ഇത്ര സന്തോഷം തരുന്ന വചനം അല്ലേ? അപ്പോൾ ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 1 വചനം 21. വചനം പറയുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ആരെ? പരിശുദ്ധ അമ്മ. അപ്പം അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കണം. വലിയ സമ്പന്നനാകുക എന്നുള്ളതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സന്തോഷം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം മോചനം നേടുക എന്നുള്ളതാണ്. അപ്പം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. She will bear a son and you are to name him Jesus, for he will save his people from their sins. She will bear a son and you are to name him Jesus, for he will save his people from their sins. അപ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ളൊരു ആഗ്രഹം, ഒരു വലിയ ആഗ്രഹത്തോടു കൂടി കർത്താവിനെ സമീപിക്കുക. ഈ ദിവസം നന്നായിട്ട് ഒരുങ്ങുക. ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരുക്കം കർത്താവിന് പ്രീതികരമാകട്ടെ. നമുക്ക് വലിയ ത്യാഗത്തോടെ ഒരുങ്ങിയവരുണ്ട് കേട്ടോ. വലിയ ത്യാഗത്തോടെ ഈ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവൻ എന്നെയും നിങ്ങളെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നമുക്ക് സന്തോഷിക്കാം. ആമേൻ.